السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയാണ്, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വനഹ്നു ഫിസ്സുഫ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വന്നു. ഞങ്ങൾ മസ്ജിദിൽ, സുഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണലുള്ള ഒരു സ്ഥലം, മസ്ജിദിൻ്റെ ഉള്ളിൽ തന്നെ തണലുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നു. ഫഖാൽ, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അയ്യുക്കും യുഹിബ്ബു അൻ യഗ്ദുവ കുല്ല യൗമിൻ ഇലാ ബുത്ഹാന ഔ ഇലൽ അഖീഖ്. നിങ്ങളിൽ ആരാണ് എല്ലാ ദിവസവും ബുത്ഹാന് അതുപോലെ തന്നെ അഖീഖ്, അവിടെ അടുത്തുള്ള അങ്ങാടികളാണ്, ഈ രണ്ട് പ്രദേശങ്ങളിലേക്കും പോയിക്കൊണ്ട് ഫയത്തിയ മിൻഹു ബിനാഖതൈനി ഖൗമാവൈനി മിൻ ഗൈരി ഇസ്മിൻ വലാ ഖത്ഇ റഹിമിൻ, എന്നിട്ട് യാതൊരു കുടുംബബന്ധം മുറിക്കാതെ യാതൊരു തിന്മയും ചെയ്യാതെ തടിച്ച രണ്ട് ഒട്ടകങ്ങളെ കൊണ്ടുവരാൻ ആരാണ് ഇഷ്ടപ്പെടുന്നത്? ഇവിടെ ഒരു തിന്മയും കൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി തട്ടിപ്പറിക്കുകയോ കട്ടെടുക്കുകയോ അങ്ങനെയൊന്നുമല്ലാതെ നല്ല രൂപത്തിൽ രണ്ട് ഒട്ടകങ്ങളെ കൊണ്ടുവരാൻ നിങ്ങളിൽ ആരാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കണം. നമുക്കറിയാം, അന്ന് കാലത്ത് അവർ വാഹനത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരുന്നത് ഒട്ടകങ്ങളായിരുന്നു. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു സമ്പത്താണ് ഒട്ടകങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ അവരോട് ചോദിക്കുന്നത്. ഈ കാലഘട്ടത്തിലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ, ഒരു വിലപിടിപ്പുള്ള കാറ്, ആ രൂപത്തിൽ രണ്ട് കാറുകൾ വാങ്ങാൻ ആരാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുന്നത് പോലെ സഹാബാക്കൾ പറയാണ്, ഫഖുൽനാ യാ റസൂലല്ലാഹ് നുഹിബ്ബു ദാലിക്, അല്ലാഹുവിൻ്റെ റസൂലെ ഞങ്ങളത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് സഹാബാക്കൾ റളിയല്ലാഹു അൻഹും പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തതിന് സമാനമായ ഒരു പ്രവർത്തനം പറഞ്ഞു കൊടുക്കണം. അഫലാ യഗ്ദു അഹദുക്കും ഇലൽ മസ്ജിദി ഫയഅലമു ഔ യഖറഉ ആയതൈനി മിൻ കിതാബില്ലാഹി അസ്സ വജല്ല ഖൈറുൻ ലഹു മിൻ നാഖതൈനി വസലാസുൻ ഖൈറുൻ ലഹു മിൻ സലാസിൻ വഅർബഉൻ ഖൈറുൻ ലഹു മിൻ അർബഇൻ വമിൻ അഅദാദിഹിന്ന മിനൽ ഇബ്ലി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഓരോരുത്തരും പ്രഭാതത്തിൽ മസ്ജിദുകളിലേക്ക് ചെല്ലുന്നില്ലേ, എന്നിട്ട് അവൻ പഠിക്കുകയോ അതല്ലെങ്കിൽ രണ്ട് ആയത്തുകളെ പാരായണം ചെയ്യുകയാണ് എങ്കിൽ അവന് ഈ രണ്ട് ഒട്ടകങ്ങളെ ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഓരോന്ന് പറയാണ്, 3 ആയത്ത് ഓതുക എന്നുള്ളത് 3 ഒട്ടകങ്ങളെ ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്, 4 ആയത്ത് ഓതുക എന്നുള്ളത് 4 ഒട്ടകങ്ങളെ ആ മനുഷ്യന് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. ഓരോ എണ്ണത്തിനനുസരിച്ച് കൊണ്ടും അതിനേക്കാൾ ഉത്തമമാണ്, ഒട്ടകങ്ങളെക്കാൾ ഉത്തമമാണ് ആയാത്തുകളുടെ എണ്ണമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും മസ്ജിദിലേക്ക് രാവിലെ വരാറുണ്ട്, നമ്മളും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു നിയ്യത്തോടു കൂടിയാണ് നമ്മൾ പാരായണം ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പ്രതിഫലം നമുക്ക് ഓരോരുത്തർക്കും നേടിയെടുക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.